നമസ്കാരം. ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് വീഡിയോ പോകുവാൻ കാരണം ഒരു പ്രധാന വിഷയമാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചത്. കാരണം ഈ സോഷ്യൽ മീഡിയ അഥവാ പപ്പരാസി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്ന അവസ്ഥ സെലികുമാറിൻ്റെ വീട്ടിലെ മരണ വിശേഷമാണ് നമ്മളത് പറഞ്ഞത്. അവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും ആ മൃതദേഹം കാണാൻ പോലും അനുവദിക്കാത്ത ആയിരത്തോളം ആളുകൾ ഈ മൊബൈൽ ക്യാമറ ആയിട്ട് വന്നിട്ടുള്ള ശല്യപ്പെടുത്തൽ. ഈ മീഡിയ എന്ന് പറയുന്നതിന് ഫോർത്ത് എസ്റ്റേറ്റ് ജനാധിപത്യ വ്യവസ്ഥയിൽ പറയുന്നത് നാലാം തൂണാണ് ജനാധിപത്യത്തിൽ. അതിന് മീഡിയയ്ക്ക് ആ നാലാം തൂൺ എന്നുള്ള പേര് കിട്ടുവാൻ തന്നെ കാരണം പൊതുജനങ്ങളുടെ ആശയങ്ങൾ ആ പബ്ലിക് ഇൻട്രസ്റ്റ് പുറത്തു കൊണ്ടുവരുന്ന മീഡിയ വഴിയാണ്. ഇന്ന് ഈ മീഡിയക്കെതിരെയാണ് ഇപ്പോൾ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കൂട്ടുകെട്ട് അവരുടെ അനൗചിത്യ പെരുമാറ്റമാണ് ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉച്ചക്കേട്ട വീഡിയോ കഴിഞ്ഞതിന് ശേഷം നടന്ന സംഭവവികാസമാണ് ഇപ്പോൾ പറയുന്നത്. പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിനെതിരെ ഇനി നിയമ നടപടിയെടുക്കും. റീൽസ് ഷൂട്ട് ചെയ്യുന്ന ഈ സ്വകാര്യ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ആര് നടത്തുന്നോ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് സ്വമേധയാ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരെ സെക്ഷൻ 66 ഈ പ്രകാരം കടുത്ത ശിക്ഷയും തടവ് ശിക്ഷയും കിട്ടാവുന്നതാണെന്ന് പോലീസ് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വരുത്തി വെച്ചത് ഇതേ സോഷ്യൽ മീഡിയ സംഘങ്ങളുടെ ഔചിത്യപരമല്ലാത്ത ഈ പ്രവൃത്തി കാരണമാണ്. സ്വാഭാവികമായിട്ടും സെലിംകുമാർ ചേട്ടൻ എൻ്റെ സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ സംസാരിക്കുമ്പോൾ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോഴൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേ സെലിംകുമാർ മരണത്തിലും തൻ്റെ നിലപാടെന്ന് ഉറപ്പിച്ചത് ഈ സോഷ്യൽ മീഡിയക്കാരെ നിലയ്ക്ക് നിർത്തുവാൻ ഒരു പണി കൊടുത്തിട്ടാണ് സെലിംകുമാർ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ ഒരു പണി കൂടി കൊടുത്തിട്ട് നിർവഹിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇത് മറ്റൊരു കാര്യം ഇന്നത്തേതിൽ ശ്രദ്ധേയമാവുന്നത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി അവിടെ കാണിച്ച ആ ദിവസം മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു എത്ര മനോഹരമായ ഒരു കൃത്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയും അങ്ങനെ ജനകീയമായി പ്രവർത്തിച്ചിട്ടില്ല. കാരണം പോലീസ് പടയില്ല, മറ്റുള്ള സംവിധാനങ്ങളില്ല. ഈ സോഷ്യൽ മീഡിയ കൂട്ടം ഈ ഗാർഡ് ഓഫ് ഓണർ തൻ്റെ സുഹൃത്തിന് നൽകാൻ പോലീസ് ബുദ്ധിമുട്ടുക ഈ സോഷ്യൽ മീഡിയയുടെ തിരക്ക് കാരണം പോലീസിന് അവരുടെ തോക്കൊന്നും എടുത്ത് ക്ലിയറപ്പ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് സെലിംകുമാർ ചേട്ടൻ്റെ മകൻ ചന്തു വളരെ ആക്രോശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കരഞ്ഞ് ചോദിക്കേണ്ട ഒരവസ്ഥ ഒരു മരിച്ചു കിടക്കുന്ന ഒരാളുടെ മകൻ അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ അഹങ്കാരി എന്ന് വിളിച്ചുകൊണ്ട് ഇതേ സോഷ്യൽ മീഡിയ കൂട്ടം ആക്രമിച്ചു. ഈ ഒരു തരത്തിലൊക്കെ പോകുന്നത് ഇവർക്ക് സാമാന്യ ബോധമില്ലേ. ഇതിനിടയിലാണ് വി.ഡി. സതീശൻ വന്നപ്പോൾ വേറൊരു വിവരദോഷി, അത് കോൺഗ്രസ് പ്രവർത്തകനാണോ എന്താണെന്ന് അറിയില്ല, ഷാൾ അണിയിക്കാൻ വന്നപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അത് തട്ടിമാറ്റുന്നുണ്ട്. അത്ര ബോധമില്ലാത്ത ഒരു തലമുറ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. മരണ വീട് പോലും ആഘോഷമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുന്നവർക്ക് ഇവരുടെ വീട്ടിൽ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റും. ആ സ്വന്തം കുടുംബത്തിലൊരാൾ മരിച്ചു കിടക്കുമ്പോൾ അവസാന നിമിഷം വരെ ഇത് ആ മൃതദേഹം കൊണ്ടുപോകുന്നവരെ നോക്കിയിരിക്കാൻ പോലും അവസരം കൊടുക്കാത്ത രീതിയിലാണ് ഇവരുടെ കടന്നുകയറ്റം. ഇത് ഈ താരങ്ങൾ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ കൂട്ടങ്ങളെ ഈ ക്യാമറയും പിടിച്ചിട്ട് കൊണ്ടുവരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഈ താരങ്ങളെ ഈ മരണത്തിന് സങ്കടമോ മറ്റുള്ളതോ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനല്ല ഇവർ ശ്രമിക്കുന്നത്. ഇവർ ആ മരിച്ചെടുക്കുന്ന ആളെ കാണാൻ വരുന്ന താരങ്ങളുടെ മുഖം പകർത്തുവാനാണ് തിക്കും തിരക്കും കൂട്ടുന്നത്. മുഖ്യധാര മാധ്യമങ്ങളിൽ അതും വളരെ മാന്യതയോടെ പെരുമാറുമ്പോൾ ഈ കൂട്ടം ഈ വിഷക്കടന്നൽ പോലെ ആർത്ത് എരമ്പി തള്ളി തിക്കി എന്തൊക്കെ പ്രകടനങ്ങളാണ് ഒരു കാഴ്ചവെക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ പോലീസ് അതിന് വിലങ്ങിടാൻ പോകുന്നത്. ഇത്തരം രീതിയിൽ ഇത്തരം മോശമായ പെരുമാറ്റം നടത്തുന്ന ആരായാലും റീൽസിന് വേണ്ടി ചെയ്യുന്നത് അവർക്കെതിരെ നിയമ നടപടി വരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇനിയെങ്കിലും സ്വയം നിയന്ത്രണം ഇവർ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ അക്രമവും ഇവർ നേരിടേണ്ടി വരും. അപ്പോൾ മീഡിയയെ ജനം ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവർക്ക് മറ്റേ യൂറോപ്പിലൊക്കെ പപ്പരാസികളുണ്ടായിരുന്നു. ഡയാന രാജകുമാരിയെ പിന്തുടർന്നുകൊണ്ട് അന്ന് അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ അമിത വേഗത്തിൽ ആ കാറ് പോയതാണ് ആ രാജകുമാരി മരിക്കാൻ കാരണം. അതേപോലെ ഒരവസ്ഥ ഒരു സംസ്കാരമില്ലാത്ത രീതിയിൽ ഇപ്പോഴാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ആ സമചിത്തതയോടെ സ്വയം നിയന്ത്രണത്തോടെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ നല്ലൊരു കാര്യമാണ്. അതിനെ വികൃതമാക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നന്നും.
മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഒപ്പം ഞാനും ക്യാമറമാനും ഈ ഒരു എപ്പിസോഡിൽ നിന്ന് ക്യാമറമാൻ കണ്ണൻ സൈൻ ഓഫ്. അത്